പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ സന്ദർശനം നടത്തുന്നു എന്നുള്ളതാണ്. 7 വർഷത്തിന് ശേഷം അദ്ദേഹം ചൈനയിലേക്ക് എത്തുന്നു. SCOയിൽ പങ്കെടുക്കാൻ വേണ്ടി, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ എത്തത് എങ്കിൽ പോലും ഇന്ന് 9:30 മണിക്ക്, രാവിലെ 9:30 മണിയോടുകൂടി ഷീ ജിൻപിങ്ങും പ്രധാനമന്ത്രി മോദിയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ രാജ്യത്തെ മാത്രമല്ല, ലോകത്തെ സംബന്ധിച്ചുകൂടി അത് നിർണായകമായ ഒരു സംഭവമാണ്. ഏവരും ഉറ്റുനോക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഇന്ത്യ US ഒരു ട്രേഡ് വാറൊക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നോ ഒന്നും ഈ വിഷയത്തിൽ ഒരു പ്രതികരണമൊന്നും ഇതുവരെയും വന്നിട്ടില്ല എങ്കിൽ കൂടി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ, പ്രത്യേകിച്ച് അമേരിക്ക, സസൂക്ഷ്മം നിരീക്ഷിക്കാവുന്ന ഒന്നുകൂടിയാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയും ചർച്ചയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറിൽ ആദ്യം നമ്മൾ ഈ വാർത്തയാണ് കുറച്ചധികം വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. നമുക്കൊപ്പം അതിഥി കൂടി ഉണ്ട്. വിദേശകാര്യ വിദഗ്ധൻ PJ വിൻസെന്റ് ആണ് നമുക്കൊപ്പം ഇന്ന് ഹലോ മലയാളത്തിൽ എത്തിയിരിക്കുന്നത്. ഈ വാർത്തയെക്കുറിച്ച്, ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് ആധികാരികമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. ശ്രീ PJ വിൻസെന്റ്, ഗുഡ് മോർണിംഗ്. കേൾക്കാമോ അങ്ങേക്ക്? കേൾക്കാം. ഗുഡ് മോർണിംഗ്. ഓക്കെ, ശ്രീ PJ വിൻസെന്റ്, ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം മാത്രമല്ല ലോകം ഒട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി മോദി, ഷീ ജിൻപിങ്, ഈ ഒരുപാട് വിഷയങ്ങൾ, ഇപ്പോൾ അതിർത്തി നിർണയം അടക്കം ഒരുപാട് വിഷയങ്ങളിലൊക്കെ ചർച്ചകൾ നടക്കുമെന്ന് കരുതപ്പെടുന്നു. എത്രത്തോളം നിർണായകമാണ് ശ്രീ PJ വിൻസെന്റ് ഇന്നത്തെ ഈ ഒരു ചർച്ച? ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. ഇതിന് 2 തരത്തിലുള്ള പ്രാധാന്യമുണ്ട്. ഒന്ന്, ലോകക്രമത്തെ സമഗ്രമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നോടി ഒന്ന്. രണ്ടാമത്തത്, സവിശേഷമായി ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പകരച്ചുങ്കവും 25% ശിക്ഷാ ചുങ്കവും ചേർത്ത് ഇന്ത്യക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ള വ്യാപാര യുദ്ധത്തിനെതിരായിട്ടുള്ള പ്രതിരോധം. ഈ 2 ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. ആഗോളീകരണത്തിന് ശേഷം 2008 ആരംഭിച്ച വലിയ റിസഷൻ ഉണ്ടായി. അതിനുശേഷം ലോകക്രമം മൾട്ടി പോളാറായി മാറി. അമേരിക്കയും വെസ്റ്റേൺ യൂറോപ്പും നേതൃത്വം നൽകുന്ന ലോകത്തിന്റെ സാമ്പത്തിക അധീശത്വവും അതിന്റെ മറ്റ് സ്വാധീനവും പടിപടിയായി കുറഞ്ഞു വരുന്ന കാഴ്ച. അതിന് സമാന്തരമായി ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങൾ, ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഇന്ത്യ, 2ാം സ്ഥാനത്തുള്ള ചൈന, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും സൈനിക സൂപ്പർ പവറുമായ റഷ്യ, ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ശക്തമായ രാജ്യമായിട്ടുള്ള ബ്രസീൽ, അതുപോലെ ആഫ്രിക്കയിൽ നിന്ന് ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ചേർത്ത് രൂപീകരിച്ച ബ്രിക്സ് ക്രമത്തെ സമഗ്രമാക്കി മാറ്റി തീർക്കാൻ കെൽപ്പുള്ളതായിരുന്നു. എന്നാൽ അത് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാത്തതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ നിലനിന്ന സംഘർഷാത്മകതയായിരുന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമം നടന്നുവെങ്കിലും ഗൽവാൻ തുടങ്ങി തുടർച്ചയായിട്ട് അതിർത്തി സംഘർഷങ്ങൾ ഉണ്ടാവുകയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ മോശമായ ഒരവസ്ഥയിലാണ് കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ. അതിനിടയ്ക്ക് പുതിന്റെ നേതൃത്വത്തിൽ നമ്മൾ വുഹാൻ പ്രോസസ്സ് ആരംഭിച്ചു. അതിനുശേഷം വുഹാൻ സ്പിരിറ്റിൽ നിന്ന് ചെന്നൈ കണക്റ്റിലേക്ക് എത്തി. അങ്ങനെ വുഹാനിലുള്ള അനൗപചാരിക കൂടിക്കാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും, പിന്നീട് ചെന്നൈയിലെ ഷീ ജിൻപിങ് വരുന്നു. ഇങ്ങനെ അത് വികസിച്ചെങ്കിലും അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല, വീണ്ടും സംഘർഷാത്മകമായി. ആ സന്ദർഭത്തിലാണ് ക്വാഡിലുള്ള അംഗത്വമടക്കം വരികയും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെ അടുത്ത തന്ത്രപരമായ സൗഹൃദം വളർന്നു വരികയും അങ്ങനെ ഇന്ത്യ ബ്രിക്സായില് സജീവമായി നിൽക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി നിൽക്കും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഇതാണ് PJ വിൻസെന്റ്, ഇപ്പോൾ അങ്ങ് പറഞ്ഞതിലേക്ക് തന്നെ ഞാൻ വരികയാണ്. ഇപ്പം ഈ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നമ്മൾ ഈ അതിർത്തി നിർണ്ണയം മാത്രം, ഇപ്പോൾ അരുണാചൽ പ്രദേശ് ദലൈലാമ വിഷയമൊക്കെയും നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഇന്ത്യ ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുമോ, എന്തായിരിക്കും ഇതിലൊക്കെയുള്ള ചൈനയുടെ പ്രതികരണം എന്നൊക്കെയുള്ള ആകാംക്ഷയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്, ഇപ്പോൾ ഈ ട്രേഡ് വാറിന് ശേഷം ഈ അമേരിക്ക ഇന്ത്യക്ക് മേൽ അധിക ചുങ്കം ഏർപ്പെടുത്തിയതിന് ശേഷം കഴിഞ്ഞ ദിവസം അദ്ദേഹം ജപ്പാനിലെ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് ചൈനയിലേക്ക് പോയത്. ജപ്പാൻ ഒരു ക്വാഡ് അംഗമാണ്. അപ്പോൾ ക്വാഡിലേക്ക്, ബ്രിക്സിലേക്ക്, SCOയിലേക്കൊക്കെ ഈ ഒരു സംഭവത്തിന് ശേഷം കൂടുതലായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടുന്നുണ്ടോ, സാന്നിധ്യം ഉറപ്പാക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിദേശകാര്യ നയത്തിൽ മുൻപത്തേതിൽ നിന്നും കുറച്ചും കൂടി ഒരു വ്യതിചലനം ഉണ്ടായിട്ടുണ്ടോ ശ്രീ PJ വിൻസെന്റ്? 2014 മുതലുള്ള മൂഡ് ഡിപ്ലോമസി എടുത്ത് പരിശോധിച്ചാൽ അതില് നിരന്തരമായി തുടർച്ചയായി ഒരു അമേരിക്കൻ പക്ഷത്തേക്ക് നീങ്ങുന്നതിന്റെ സൂചന നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഹൗഡി മോഡി വരുന്നു, അതുപോലെ
ഹൗഡി മോഡി, ഇവിടെ സലാം ട്രംപ് വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൗഹൃദമൊക്കെ ആയിട്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ അടുക്കുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ടായി. അപ്പോഴാണ് ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം യഥാർത്ഥത്തിൽ അരുണാചൽ പ്രദേശോ അല്ലെങ്കിൽ നമ്മുടെ അതിർത്തിയോ അല്ല. ഈ ക്വാഡിനെ ഏഷ്യൻ നാറ്റോ ആയിട്ടാണ് ചൈന കാണുന്നത്. മാത്രമല്ല ക്വാഡ് ചൈനയ്ക്കെതിരായിട്ടുള്ള ഏഷ്യയിലെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമാണ്. അതിൽ ചില വസ്തുതകളുമുണ്ട്. കാരണം ഇന്ത്യക്ക് ചുറ്റും ഈ സ്പ്രിംഗ് ഓഫ് പേൾസ് എന്നൊക്കെ പറഞ്ഞ നാവിക സഖ്യമുണ്ടാക്കുവാനും ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുള്ള ഒരു ഫാക്റ്റാണ്. അപ്പൊ ഇതിന്റെ ഒരു രത്നച്ചുരുക്കം എന്താ വെച്ചാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ശക്തമായ ശീതയുദ്ധം നിലനിൽക്കുകയാണ്. ആ ശീതയുദ്ധത്തിന്റെ പശ്ചാത്തലം ഇപ്പോൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള ഘടകം. എന്ന് വെച്ചാൽ അമേരിക്കൻ ആശ്രിതത്വം അമേരിക്കൻ പക്ഷത്ത് ഇന്ത്യ നിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യവും തമ്മിൽ ഐക്യപ്പെടുന്നു എന്നൊക്കെയുള്ള വലിയ വാചോടോപങ്ങൾ തൃണമൂല തലത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ഇന്ത്യയിലെ സൗത്ത് ബ്ലോക്കിന് ബോധ്യപ്പെട്ട ഒരു നിമിഷമാണിത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നയമല്ല അത് സ്വീകരിക്കുന്നത്. അവരുടെ സാമ്പത്തിക താല്പര്യത്തിനപ്പുറത്തേക്ക് അത് പോകാറില്ല. അപ്പോ ഈ ഒരു തിരിച്ചറിവ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് അമേരിക്കൻ പക്ഷത്തേക്ക് നീങ്ങാനുള്ള ഒരു നീക്കം, കൂടുതലായി അമേരിക്കയെ ആശ്രയിക്കാനുള്ള ഒരു സമീപനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അമേരിക്കയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് ഏഷ്യയിലുള്ള അമേരിക്കയുടെ ഒരു സമീപനം എന്ന് പറയുന്നത് തന്നെ ഈ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള അമേരിക്കയുടെ അധീശത്വത്തെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനവും ഒക്കെയായിരുന്നു അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടായത്. അപ്പോൾ ഈ അമേരിക്കയുടെ അധീശത്വത്തെ ഇല്ലാതാക്കണമെങ്കിൽ അവിടുത്തെ ഈ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ അമേരിക്ക കണ്ടെത്തിയ ഒരു സ്ട്രാറ്റജിക് പാർട്ണറായിരുന്നു നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയായിരുന്നു കാര്യങ്ങൾ ജോ ബൈഡന്റെ കാലം വരെ പോയതും. പക്ഷെ രണ്ടാം ട്രംപ് വരുമ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്കായി ഈ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ചൈനയ്ക്ക് മേലും ഇന്ത്യക്ക് മേലും ഒക്കെ 100 രാജ്യങ്ങൾക്ക് മേൽ ഈ അധിക ചുങ്കം ഏർപ്പെടുത്തുന്നു. അതിൽ ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ചുങ്കത്തിന്റെ അളവ് ട്രംപ് കുറച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ ചുങ്കം ഇരട്ടിയാക്കി. ആദ്യം 25, പിന്നീട് 25, ഇപ്പോൾ 50% എത്തി നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യലായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. സസൂക്ഷ്മം അവർ ഈ കൂടിക്കാഴ്ച നിരീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൂടിക്കാഴ്ച, ഇന്നത്തെ ട്രംപ് ഷീ ജിൻപിങ് ചർച്ച, ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനങ്ങൾ അത് എങ്ങനെയൊക്കെയാകും അമേരിക്കയെ ബാധിക്കുക? പ്രത്യേകിച്ച് ഏഷ്യയിലെ 2 ശക്തികൾ കൈകോർക്കാൻ ഒരു തീരുമാനമെടുത്താൽ അത് അമേരിക്കയെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും ശ്രീ പി ജെ വിൻസെന്റ്? വളരെ പെട്ടെന്ന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും അമേരിക്കയിൽ ഉണ്ടാവില്ല. കാരണം 28 ട്രില്യൺ ഇക്കണോമിയാണ് അമേരിക്കയുടേത്. ചൈനയുടേത് 19 നമ്മുടെ വെറും 4 ട്രില്യൺ മാത്രമാണ് നമ്മുടെ ഇക്കണോമി. അതേസമയം ഇതിന്റെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ലോകത്തിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. ചൈനയേക്കാൾ അധികം മെയിൻ പവർ, ചൈനയേക്കാൾ അധികം ക്വാളിറ്റി മെയിൻ പവർ ഉള്ള രാജ്യം, ലോകത്തിലെ യങ്ങസ്റ്റ് ആയിട്ടുള്ള രാജ്യം, പോപ്പുലേഷന്റെ ലിവറേജ് എന്ന് പറയുന്ന ലോകത്തൊരു രാജ്യത്തിനുമില്ല, ടെക്നോളജിക്കൽ മെയിൻ പവർ, ഇങ്ങനെ പല ഘടകങ്ങൾ എടുക്കുമ്പോൾ വരുന്ന ഒരു ദശകത്തിനുള്ളിൽ ലോകത്തിലെ നിർണായകമായ ശക്തിയായി മാറാൻ ശേഷിയുണ്ട് ഇന്ത്യക്ക്. അതേസമയം അമേരിക്ക ഇപ്പോഴൊരു ഡിക്ലൈനിങ് സൂപ്പർ പവറാണ്. അതിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന്റെ പരമാവധി കഴിഞ്ഞു. ഇനി അത് ഡിക്ലൈനിങ് സ്റ്റേജിലാണ്. അതുകൊണ്ടാണല്ലോ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ എന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ അവർ ഡിക്ലൈൻഡ് ആണ് എന്ന് അമേരിക്ക തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ മാഗ എന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പോൾ അതേസമയം ഇപ്പൊ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ അമേരിക്ക ഇന്ത്യ വ്യാപാര യുദ്ധം, അത്തരം ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതൊന്നും യഥാർത്ഥത്തിൽ നമുക്ക് ഗുണം ചെയ്യില്ല. കാരണം നമ്മൾ അത്ര ശക്തമായ ഒരു സാമ്പത്തിക ശക്തിയല്ല. അമേരിക്കയോടൊന്നും ഫൈറ്റ് ചെയ്യാൻ ഇന്ന് നിലവിൽ കഴിയില്ല. അതേസമയം നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ഇപ്പോഴും ഇവിടുത്തെ കർഷകരുടെയും ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെയും അതുപോലെ കന്നുകാലി വളർത്തുന്നവരുടെയും ഒക്കെ താല്പര്യം മറികടന്നുകൊണ്ട് ബലി കഴിച്ചുകൊണ്ട് ഒരു അമേരിക്ക ബന്ധം ഇന്ത്യക്ക് അസാധ്യമാണ്. അത് ശരിയും ശാസ്ത്രീയമായ നിലപാടാണ്. ആ നിലപാടിൽ ഇന്ത്യ അടിയുറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അമേരിക്കയേക്കാൾ അധികം ഈ വ്യാപാര യുദ്ധത്തിൽ ക്ഷീണം സംഭവിക്കുന്നത് അമേരിക്കയും ഇന്ത്യയും താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് വലിയ നഷ്ടമുണ്ടാവും. അതിന് സംശയമില്ല. അതേസമയം
നമ്മളുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മുടെ സാധാരണക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. അതോടൊപ്പം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏഷ്യയിൽ, പ്രത്യേകിച്ച് കിഴക്കൻ ഏഷ്യ, വെസ്റ്റ് ഏഷ്യ, ഈ രണ്ട് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം നിർണായകമായി കുറഞ്ഞു വരികയാണ്. അതിൽ വെസ്റ്റ് ഏഷ്യൻ പൊളിറ്റിക്സിൽ അവർക്കിപ്പം ഇസ്രായേലിന്റെ ഒരു സൈനിക ശേഷിയും അവരുടെ ഒരു പ്രകടനത്തിനപ്പുറത്തേക്ക് അവിടെ ഒരു നിർണായക ശക്തിയാകാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല, പ്രത്യേകിച്ച് ഗൾഫിലെ രാജ്യങ്ങൾ പോലും. അപ്പോൾ വെസ്റ്റ് ഏഷ്യൻ രാഷ്ട്രീയത്തിലും കിഴക്കൻ ഏഷ്യൻ സംഘർഷത്തിലും ഇന്ത്യയുടെ പിന്തുണയില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വെസ്റ്റ് ഏഷ്യയിലെ പ്രധാനപ്പെട്ട വിഷയം അവിടെ ചൈനയുടെ സാമ്പത്തിക ഇടപെടലും റഷ്യയുടെ സൈനിക കവറേജുമാണ്. ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇന്ത്യയുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു വെസ്റ്റേൺ രാജ്യത്തിനും കഴിയില്ല, അമേരിക്കയ്ക്ക് വിശ്വസിച്ചേ കഴിയില്ല. അവിടെയാണ് ഏഷ്യ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായി ഇന്ത്യയെ അമേരിക്കൻ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തുന്ന സമീപനമാണ് 2001 ജോർജ് ബുഷ് ജൂനിയർ ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം പ്രഖ്യാപിച്ച കാലം മുതൽ ഇന്നുവരെ ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 25 വർഷക്കാലമായി അമേരിക്ക സ്വീകരിച്ചിട്ടുള്ള ഒരു നയമാണിത്. ഈ നയത്തിൽ നിന്നാണ് ഒറ്റയടിക്ക് ട്രംപ് പിന്നോട്ട് പോവുകയും ചൈനയേക്കാൾ ശത്രുതാപരമായ നിലപാട് ഇന്ത്യയോട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനോട് താൽക്കാലികമായി നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും ശ്രീ പി ജെ വിൻസെന്റ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ജിയോ പൊളിറ്റിക്സിൽ തന്നെ ഒരു കാതലായ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ? ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റമുണ്ടാകുകയാണ്. ഈ ആഗോളീകരണ കാലത്ത് ലോകത്തിൽ ഏറ്റവും അധികം മാറ്റം കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ് റഷ്യ, ഇന്ത്യ, ചൈന. എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് മഹാരാജ്യങ്ങൾ, ഒരു 140 കോടി ജനങ്ങൾ, രണ്ട് രാജ്യങ്ങളിലുമായിട്ട് 280 കോടിയായി. ഈ മാത്രമല്ല, ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത, ഈ 3 രാജ്യങ്ങൾ അയൽ രാജ്യങ്ങളാണ്. അതാണ് അതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. റഷ്യയും ചൈനയും ഇന്ത്യയും അയൽ രാജ്യങ്ങളാണ്. അപ്പോൾ ഈ 3 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് RIC, റഷ്യ, ഇന്ത്യ, ചൈന. ഈ കൂട്ടായ്മ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്, പക്ഷേ അത് മുന്നോട്ട് പോയില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷമായിരുന്നു. ചൈനയുടെ ഒരു ഗ്രാൻഡ് പ്രൊജക്റ്റാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ ചേരാത്ത ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യയാണ്. അത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിലെ സംഘർഷമായിരുന്നു അതിന്റെ കാരണം. അതാണ് ഇപ്പോൾ കുറഞ്ഞു വരുന്നത്. അതേസമയം ഏത് ഘട്ടത്തിലൊക്കെ ഇന്ത്യയും ചൈനയും ആത്മകമായ ബന്ധത്തിലേക്ക് പോയി അപ്പോഴെല്ലാം പുതിൻ റഷ്യയുടെ ഇന്ത്യക്ക് എക്കാലത്തെയും ട്രസ്റ്റഡ് അലൈ എന്ന് പറയാവുന്ന ഒരേ ഒരു രാജ്യമേ ലോകത്തുള്ളൂ, ഇന്ത്യയെ ചതിക്കാത്ത രാജ്യം. ചൈനക്കാരെല്ലാം നമ്മൾ 50കളിൽ ഇന്ത്യ ചൈന ബായ് ബായ് എന്നെല്ലാം പറഞ്ഞിട്ട് ഹൃദയത്തിൽ കൊണ്ടു നടന്നതാണ് നമ്മൾ ചൈനക്കാരെ. പക്ഷെ അവരെ 8ന്റെ പണി തന്നു. അതുകൊണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല അവരെ. അതേസമയം ഓൾ വെതർ ഫ്രണ്ട് എന്ന് പറയാവുന്ന ഒരേ ഒരു രാജ്യം അത് റഷ്യയാണ്. അന്ന് പുടിൻ നേരിട്ട് ഇടപെട്ടിട്ടാണല്ലോ ഈ വുഹാൻ പീസ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അതെ. അപ്പൊ ഇതെല്ലാം ഇവിടെ പുടിൻ ഇപ്പം വളരെ ശക്തമായി ഈ രംഗത്ത് നിൽക്കുകയാണ്. അജിത് ഡോവല് അങ്ങോട്ട് റഷ്യയിലേക്ക് പോകുന്നു. പിന്നെ അതുപോലെ പുടിനും മോഡിയും സംസാരിക്കുന്നു. അപ്പം ശ്രീ പി ജെ വിൻസെന്റ്, അപ്പോൾ ഇന്നിപ്പോ ഈ പുതിനും അവിടെ ഉണ്ട്. അപ്പോ വ്ളാദിമിർ പുതിനുമായും പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തുമെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അമേരിക്ക കഴിഞ്ഞ ദിവസം പീറ്റർ നവാരോയുടെയൊക്കെ വാക്കുകൾ അനുസരിച്ച്, പീറ്റർ നവാരോ മാത്രമല്ല ട്രംപും ഒക്കെ പറഞ്ഞായിരുന്നു യുക്രൈനിൽ യുദ്ധത്തിന് ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന അല്ലെങ്കിൽ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ പ്രധാനമന്ത്രി മോദിയാണ്, ഇന്ത്യയാണെന്നുള്ള രീതിയിൽ പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടുന്ന് അജിത് ഡോവൽ അവിടെ പോയി, മോസ്കോയിൽ പോയി അവിടെ ചർച്ചകളൊക്കെ നടത്തി, വിദേശകാര്യമന്ത്രി പോയി ചർച്ചകൾ നടത്തി. ഇതിനെയൊക്കെ ഈ വല്ലാത്തൊരു രീതിയിലാണ് അമേരിക്കയ്ക്ക് അതിനോടുള്ള സമീപനമൊക്കെ. അപ്പോൾ ഈ SCOയ്ക്കിടയിലുള്ള മോദി പുതിൻ കൂടിക്കാഴ്ച കൂടിയാകുമ്പോഴും ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ചൈന, റഷ്യ, ഇന്ത്യ ആ ഒരു ത്രയം വീണ്ടും ഊട്ടി ഉറപ്പിക്കപ്പെടുമ്പോഴും അത് അമേരിക്കയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതിൽ 3 കാര്യങ്ങളാണുള്ളത്. ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നു, ഒന്ന്. രണ്ടാമത്തത് ബ്രിക്സ കൂട്ടായ്മയാണ്. ബ്രസീൽ, ഇന്ത്യ, റഷ്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അതിന്റെ കൂടെ ഇപ്പോൾ കുറെ പുതിയ രാജ്യങ്ങൾ ചേർന്നിട്ടുണ്ട്. ശക്തമായ ഒരു കൂട്ടായ്മയാണത്. മൂന്നാമത്താണ് ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിൽ. ഈ 3 സംവിധാനം ശക്തമായി വന്നാൽ തന്നെ ആഗോള ക്രമം പൂർണ്ണമായി റീഡിഫൈൻ ചെയ്യപ്പെടും. കാരണം ലോകത്തിന്റെ സാമ്പത്തിക ശക്തിയുടെ മുഴുവൻ കേന്ദ്രം ഇങ്ങോട്ട് മാറുകയാണ്. വെസ്റ്റേൺ യൂറോപ്പിന് 27% വരുന്നുള്ളൂ. പക്ഷേ ഈ ബ്രിക്സ രാജ്യങ്ങളിൽ ഷാങ്ഹായ് കോർപ്പറേഷന് 35% വരും ഗ്ലോബൽ ഇക്കണോമിയുടെ. അപ്പൊ അത്രയും വലിയ സൈനിക ശക്തി
സാമ്പത്തിക ശക്തി, കൾച്ചറൽ പവർ ഇതെല്ലാം വരുന്ന ലോലശക്തി ഒക്കെയുള്ള ഒരു രാജ്യങ്ങളുടെ കൂട്ടായ്മ വരികയാണ്. അപ്പം അത് നമ്മൾ മൂന്നാം ലോകം എന്നൊക്കെ പറഞ്ഞ് പിന്നോക്ക ലോകം, അവികസിത പ്രദേശം എന്നൊക്കെ പറയുന്ന ആ മേഖലയിൽ നിന്നാണ് മനുഷ്യർ. ഇവിടെ ആളുകളുടെ എണ്ണം വളരെ പ്രധാനമല്ലേ? ഇപ്പൊ യൂറോപ്പ് മൊത്തം എടുത്താൽ 40 കോടി മനുഷ്യരേ ഉള്ളൂ. ഇവിടെ ഇന്ത്യയിൽ മാത്രം 142 കോടി 83 ലക്ഷം മനുഷ്യരുള്ളത്. അപ്പോ ലോകത്തിലെ ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ള പ്രദേശം, ഇതിനകത്ത് അതിശക്തമായ സൈനിക ശേഷിയുള്ള രാജ്യങ്ങൾ കൂടിയാണ് ഇതെല്ലാം, റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നത് ലോകത്തെ കൂടുതൽ ജനാധിപത്യപരമാക്കും. എന്നുവെച്ചാൽ വെസ്റ്റേൺ യൂറോപ്പ് എന്ന് പറയുന്ന ചെറിയ പ്രദേശമാണ് ജനസംഖ്യാപരമായിട്ട്. ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ എത്രയുണ്ട്? അപ്പൊ അവരാണ് ഈ ലോകക്രമത്തെ മുഴുവൻ നിർണയിച്ചുകൊണ്ടിരിക്കുന്നതും നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നതും. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ജനകോടികൾക്ക് അവർക്ക് വിഭവങ്ങളുണ്ട്, മറ്റ് ശേഷിയുണ്ട്. പക്ഷേ വികസനത്തിന്റെ കാര്യത്തിൽ മുഖ്യധാരയിലേക്ക് വരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കൊളോണിയലിസത്തിന്റെ ലെഗസിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതിൽ നിന്നൊരു കുതറൽ ഉണ്ടാകുന്നു, പുതിയ കൂട്ടായ്മകൾ രൂപപ്പെടുന്നു. അതിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ ആഗോള ക്രമത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ നമ്മൾ ഇത്രയും കാലം മൂന്നാം ലോകം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുള്ള ലോകക്രമത്തിന്റെ പ്രാന്തങ്ങളിലുള്ള മനുഷ്യർക്കും രാഷ്ട്രങ്ങൾക്കും മുന്നോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാവും. അത് എത്രമാത്രം മുന്നോട്ട് പോകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. തൽക്കാലത്തേക്ക് ട്രംപിന്റെ ഈ ഒരു വ്യാപാര യുദ്ധം എല്ലാവരെയും കണ്ടവനെയൊക്കെ അടിച്ചിടുക എന്നുള്ളതാണ് ട്രംപിന്റെ പോളിസി. അപ്പൊ അതിനോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണ് ഈ കൂട്ടായ്മ രൂപപ്പെടുന്നത്. അത് ആ സാഹചര്യം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പഴയതുപോലെ ഇത് ദുർബലമാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ നയത്തോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ അല്ലാതെ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിലും ബ്രിക്സ് കൂട്ടായ്മയും ഇന്ത്യ ചൈന റഷ്യ സൗഹൃദവും ഒക്കെ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലോകക്രമത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. ലോകം ബഹുധ്രുവമായി മാറും എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഘടകം. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ പി ജെ വിൻസെന്റ് നമുക്കൊപ്പം ചേർന്നതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്.